നമസ്കാരം. 2026 മെയ് മാസ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദിത്യൻ മെയ് 15 രാവിലെ വരെ മേടം രാശിയിലും തുടർന്ന് ഇടവം രാശിയിലും സഞ്ചരിക്കും. ഭരണി, കാർത്തിക, രോഹിണി എന്നിവയാണ് ഞാറ്റുവേലകൾ. മെയ് 1-നും 30-നും വെളുത്ത വാവും മെയ് 16-ന് കറുത്ത വാവുമാണ്. വൈശാഖം, ജ്യേഷ്ഠം എന്നീ ചന്ദ്രമാസങ്ങളും മേടം, ഇടവം എന്നീ സൗരമാസങ്ങളും ഭാഗികമായി മെയ് മാസത്തിൽ ഉൾപ്പെടുന്നു. വ്യാഴം മിഥുനം രാശിയിൽ പുണർദം 3-ാം ഭാവത്തിലാണ്. ശനി മീനം രാശിയിൽ തുടരും. എന്നാൽ മെയ് 17 വരെ ഉത്രട്ടാതി നക്ഷത്രത്തിലും ശേഷം രേവതിയിലും ആയിട്ടായിരിക്കും ശനി സഞ്ചാരം. രാഹുവിനും കേതുവിനും മെയ്യിൽ രാശിമാറ്റമില്ല. രാഹു കുംഭം രാശിയിൽ ചതയത്തിലും കേതു ചിങ്ങം രാശിയിൽ മകത്തിലും സഞ്ചരിക്കുന്നു. ശുക്രൻ മെയ് 14 വരെ ഇടവം രാശിയിലും തുടർന്ന് മിഥുനം രാശിയിലും തുടരും. ചൊവ്വ മീനത്തിലാണ്. മെയ് 11-ന് മേടം രാശിയിൽ പ്രവേശിക്കും. ബുധൻ മേടം രാശിയിലാണ്. മെയ് 14-ന് ഇടവത്തിലും 29-ന് മിഥുനത്തിലും സംക്രമിക്കും. മെയ് 4 മുതൽ 24 വരെ ബുധന് മൗഢ്യാവസ്ഥയുണ്ട്. ഈ ഗ്രഹനിലയെ അവലംബിച്ച് അശ്വതി മുതൽ ആയില്യം വരെയുള്ള 9 നാളുകളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ മാസഫലമാണ് ഇവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രം മെയ് 15 വരെ ആദിത്യൻ ജന്മരാശിയിലാണ്. തുടർന്ന് ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു. സമ്മർദ്ദങ്ങളുണ്ടായാലും അവയെ മറികടക്കാൻ കഴിഞ്ഞേക്കും. തൊഴിലിടത്തിൽ സ്വാതന്ത്ര്യം കുറയുന്നതായി തോന്നും. ചുമതലകൾ തിടുക്കത്തിൽ ചെയ്യേണ്ടതായ സാഹചര്യം ഉളവായേക്കും. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ എതിർപ്പുകളെ അഭിമുഖീകരിക്കും. 12-ലെ ശനി കുജയോഗത്താൽ സ്വസ്ഥത കുറയും. ആരോഗ്യ പ്രശ്നങ്ങൾ ഭവിക്കാനിടയുണ്ട്. ശുക്രസഞ്ചാരം വാക്കുകളിൽ മൃദുത്വവും മാധുര്യവും അരുളും. ഉപരിപഠനത്തിന് അവസരം കൈവരും. ധനസ്ഥിതിയിൽ ഉയർച്ച. സഹോദരരുമായുള്ള പ്രശ്നങ്ങൾക്ക് അയവുണ്ടാകും. ഗ്രഹസൗഖ്യം സമ്മിശ്രമാണ്. നിർമ്മിതികൾ തുടരുവാൻ കഴിയും. ഭരണി നക്ഷത്രം ആദിത്യൻ ജന്മരാശിയിലും 2-ലുമായി സഞ്ചരിക്കുന്നു. 12-ൽ ശനിയും ചൊവ്വയും 3-ൽ വ്യാഴവുമുണ്ട്. സ്ഥിതിഗതികൾ നിലവിലെ പോലെ തന്നെ തുടരപ്പെടുന്നതാണ്. ലക്ഷ്യം നേടാൻ പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും. അലസത പിടികൂടാം. ഇതൊക്കെ മതിയെന്ന തോന്നൽ ഉയരാം. വിദ്യാർത്ഥികളെ ഉണർവില്ലായ്മ ബാധിക്കുന്നതാണ്. സ്വന്തം സംരംഭങ്ങൾ കൂടുതൽ പണം ചെലവഴിച്ച് നവീകരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഉചിതമായേക്കില്ല. ഗുണകരമല്ലാത്ത യാത്രകൾ ദേഹമനക്ലേശങ്ങൾക്ക് കാരണമാകുന്നതാണ്. ശുക്രൻ അനുകൂലമാവുകയാൽ ഭൗതിക സുഖം കുറയുകയില്ല. കലാപ്രവർത്തനത്തിൽ ഉയർച്ച ഉണ്ടാവും. പ്രണയം പൂവണിഞ്ഞുവെന്ന് വന്നേക്കാം. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രം നക്ഷത്രാധിപനായ രവിക്ക് ഉച്ചത്വം ഭവിക്കാൽ മാസാദ്യ പകുതിയിൽ ആത്മവിശ്വാസം ഉയരുന്നതാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടില്ല. മുതിർന്നവരുടെ അഭിപ്രായം സ്വീകരിക്കും. പിതാവിന് പദവി ഉയരും. പിതാവിൽ നിന്നും ധനലാഭവും പിന്തുണയും പ്രതീക്ഷിക്കാം. ഇടവക്കൂറുകാർക്ക് ശത്രുക്കളുടെ രഹസ്യ പ്രവർത്തനങ്ങളെ ചെറുക്കാനാവും. തൊഴിൽ പുരോഗതി തടസ്സപ്പെടില്ല. ഭൂമി വിൽക്കാൻ സാധിച്ചേക്കും. വീട് പണി തുടങ്ങാനോ വീട് വാങ്ങാനോ സാഹചര്യം അനുകൂലമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ശ്രമങ്ങൾ സഫലമാകും. ബന്ധങ്ങൾ ദൃഢമാവും. കുടുംബജീവിതത്തിൽ പരസ്പര വിശ്വാസം ഉറയ്ക്കുന്നതാണ്. കലാപ്രവർത്തനത്തിൽ ഉയർച്ചയുണ്ടാവും. രോഹിണി നക്ഷത്രം 12-ലും ജന്മത്തിലും ആദിത്യനും 11-ൽ കുജ ശനികളും സഞ്ചരിക്കുകയാൽ പ്രായേണ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ട കാലമായിരിക്കും. തൊഴിൽ തേടുന്നവർക്ക് ഉചിതമായ അവസരങ്ങൾക്കായി കാത്തിരിപ്പ് ആവശ്യമാവും. മേലുദ്യോഗസ്ഥർ കഴിവുകളെ കണ്ടില്ലെന്ന് നടിച്ചേക്കാം. അതേസമയം തർക്കങ്ങളിലും ഭൂമി വ്യവഹാരങ്ങളിലും മുന്നേറ്റമുണ്ടാവുന്നതാണ്. എതിർ സ്വരങ്ങൾക്ക് തക്ക മറുപടി നൽകും. പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടും. ഉപരിപഠനത്തിനായി പരിശ്രമം തുടരുന്നതാണ്. ശുക്രസഞ്ചാരത്താൽ സുഖഭോഗങ്ങൾ വന്നെത്തും. അനുരാഗികൾ നിരാശപ്പെടില്ല. പുതുവാഹനം വാങ്ങാനായേക്കും. കുടുംബസമേതം വിനോദയാത്രകൾ ഉണ്ടാവും. മകയിരം നക്ഷത്രം ഇടവക്കൂറുകാരെക്കാൾ ആദിത്യ സഞ്ചാരം മിഥുനക്കൂറുകാർക്ക് അനുകൂലമാണ്. വിശേഷിച്ചും ആദ്യ പകുതിയിൽ. ഇടവക്കൂറുകാർക്ക് ശനിയും ചൊവ്വയും ഗുണഫലങ്ങൾ നൽകും. പൊതുവെ മകയിരം നാളുകാർ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ട സന്ദർഭമാണ്. ഉദ്യോഗസ്ഥർക്ക് ഭാഗികമായ പിന്തുണ കിട്ടാം. ബിസിനസ്സിൽ ലാഭം കുറയില്ല. കൂടുതൽ മുതൽ മുടക്കേണ്ടി വന്നേക്കും. സമിതികളിൽ വാഗ്വാദങ്ങൾ ഉയരാം. നിക്ഷേപങ്ങളിൽ കബളിപ്പിക്കപ്പെടാനിടയുള്ളതിനാൽ ജാഗ്രത അനിവാര്യമാണ്. പാരിതോഷികങ്ങൾ ലഭിക്കും. വേണ്ടപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൊടുക്കേണ്ടി വന്നേക്കാം. അഭിമുഖങ്ങളിൽ തിളങ്ങാനാവും. പ്രേമിക്കുന്നവർക്കിടയിൽ പിണക്കവും ഇണക്കവും ആവർത്തിക്കും. വിദേശയാത്ര ചെയ്യാൻ കഴിയുന്നതാണ്. തിരുവാതിര നക്ഷത്രം തികഞ്ഞ ശുഭപ്രതീക്ഷ പുലർത്തും. അവയിൽ ചിലതൊക്കെ നിർവഹണ സന്ധിയിലെത്തുന്നതാണ്. വിട്ടുവീഴ്ചകൾക്ക് മുതിരേണ്ടതുണ്ട്. ജോലി തേടുന്നവർക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും കിട്ടാതിരിക്കില്ല. അധികാരികളുടെ പിന്തുണ ലഭിക്കും. സാഹസകർമ്മങ്ങൾ വിജയകരമാവും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലോൺ കിട്ടിയേക്കാം. 12-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ആഡംബര ചെലവുകൾക്ക് കാരണമാകുന്നതാണ്. അന്യദേശത്ത് പഠനം, തൊഴിൽ ഇവയ്ക്ക് സാധ്യതയുണ്ട്. പ്രണയികൾക്ക് ഇച്ഛാഭംഗം വരാം. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ക്ഷേത്രാരാധനകൾക്ക് മുടക്കം വന്നേക്കും. മാസത്തിൻ്റെ 1-ാം പകുതിയിൽ താരതമ്യേന ശുഭപ്രദമാകുന്നതാണ്. പുണർദം നക്ഷത്രം
പുതിയ സംരംഭങ്ങൾക്കായി നിരന്തരമായ പ്രവർത്തനം ആവശ്യമാവും. സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുന്നതാണ്. യാത്രകൾ പ്രയോജനം ചെയ്യും. വിദ്യാർത്ഥികളുടെ തുടർ പഠിപ്പിലെ ആശങ്കകൾക്ക് വിരാമം ഭവിക്കും. സഹപ്രവർത്തകർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്നതാണ്. പുതിയ ഫ്ളാറ്റ് വാങ്ങുന്നതിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ ഭിന്നപക്ഷം തലപൊക്കാം. ഏജൻസികൾ കരാർ പണികൾ നടത്തുന്നവർക്ക് സമ്മർദ്ദങ്ങൾ വരാം. വിദേശത്തുള്ളവർക്ക് നാട്ടിലേക്ക് വരാനായേക്കും. എഴുത്ത്, സിനിമ, സംഗീതം മേഖലയിൽ ഉള്ളവർക്ക് വളർച്ചയ്ക്ക് വിഘാതം അനുഭവപ്പെടാം. ഉപാസനാധിക മനോബലത്തിന് കാരണമായേക്കും. പൈതൃക ധനം ആവശ്യത്തിന് ഉതകുന്നതാണ്. പൂയം നക്ഷത്രം. ആദിത്യ സഞ്ചാരം 10, 11 ഭാവങ്ങളിലാകുന്നത് അനുകൂലമാണ്. മുഖ്യമായും തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവും. പദവി ഉയരാം. വേതന വർധനവും സാധ്യതയാണ്. ജോലി തേടുന്നവർക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അവസരങ്ങൾ കൈവരുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങാനോ പാരിതോഷികമായി ലഭിക്കാനോ സാധ്യതയുണ്ട്. പ്രണയബന്ധം ദൃഢമാകുന്നതാണ്. വ്യവഹാരങ്ങളിൽ അവ്യക്തത തുടർന്നേക്കും. ഉപരിപഠനത്തിന് മാസാവസാനത്തോടെ ദിശാബോധം കിട്ടുന്നതാണ്. സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകൾക്ക് സാഹചര്യമുണ്ടാവും. അന്യദേശത്തു നിന്നും ജന്മനാട്ടിലേക്ക് മടങ്ങിയേക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം അനിവാര്യമാണ്. ആയില്യം നക്ഷത്രം. വിശദീകരണം തൃപ്തികരമായതിനാൽ വീണ്ടും ജോലി പ്രവേശിക്കും. സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതാണ്. കുടുംബത്തോടൊപ്പം ഒന്നിക്കാനാവും. ജോലിയിൽ സ്ഥിര നിയമനം സാധ്യമായേക്കും. അഭിമാനകരമായ പരീക്ഷാ വിജയം നേടുന്നതാണ്. പൊതുപ്രവർത്തനത്തിന് നേരം കണ്ടെത്തിയേക്കും. ഗ്രഹം വാങ്ങുന്നതിനുള്ള പരിശ്രമം ഫലപ്രാപ്തിയിലെത്താം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വ്യക്തത വന്നേക്കും. സാമ്പത്തികമായി കബളിപ്പിക്കപ്പെടാൻ ഇടയുണ്ട്. കരുതൽ വേണ്ടതാണ്. കലാപ്രവർത്തനം ഊർജിതമാവും. പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങാം.